റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും കൂട്ടി നീന്താൻ പോയ ചരിത്രം കേട്ടിട്ടുണ്ട് നിങ്ങൾ? അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് ഷറഫുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ കമന്റ് ഇട്ടിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീന്തൽ പഠിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ട്. ഇത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് ഫേസ്ബുക്കത്തെ കാര്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീന്തലുമായി ബന്ധപ്പെട്ട് 2 ഇൻസിഡന്റുകളാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്, അൽബാഹത്തുൻ ഫി ഫളി സിബാഹ എന്ന് പറഞ്ഞിട്ടൊരു കിതാബ്. അതിൽ ഈ 2 സംഭവങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഇൻസിഡന്റ് നമ്മൾ എല്ലാവരും കേട്ടാണ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് മക്കയിലായിരുന്നു. മക്ക എന്ന് പറഞ്ഞാൽ വരണ്ട ഭൂമിയാണ്. അവിടെ കൃഷിഭൂമിയോ വെള്ളമോ കിണറോ അങ്ങനെ കുളങ്ങളോ കാര്യങ്ങളോ അധികമുള്ള ഒരു നാടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്യപ്പ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് അവര് സ്വപ്നം കണ്ട് സംസം കിണർ തിരിച്ചു കൊണ്ടുവരുന്നത് വരെ വെള്ളം തന്നെ ഭയങ്കര പ്രയാസമായിരുന്നു മക്കയിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6ാമത്തെ വയസ്സിൽ ഉമ്മ ആമിന ബീവിയെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് പോകുന്നുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ ഉപ്പയുടെ ഖബറൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ ആ ഒരു പോക്കിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ നീന്തലുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് സഹാബത്തിന്റെ കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് ചെറുപ്പത്തിൽ 6ാമത്തെ വയസ്സിൽ മദീനയിൽ വന്ന ആ സമയത്ത് അവിടെയുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സഹാബത്തിനോട് ഇങ്ങനെ പറയായിരുന്നു, ഇത്ര ഇവിടെ ആയിരുന്നു ഞാൻ കുട്ടികളായിട്ട് അൻസാരികളായ കുട്ടികളായിട്ട് കളിച്ചിരുന്നത്. ആഹുന നസലബി ഉമ്മ ഈ വീട്ടിലായിരുന്നു ഇറങ്ങിയിരുന്നത്. ഫിഹാദൽ ബൈത്ത് ഖബർ അബി അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ഈ വീട്ടിലായിരുന്നു എൻ്റെ ഉപ്പാന്റെ ഖബർ ഉണ്ടായിരുന്നത്. ഏകദേശം റസൂലുള്ളാഹിന്റെ ഖബറിലെ കുറച്ചിങ്ങോട്ട് പോകുന്ന റസൂലുള്ളാഹിന്റെ ഉപ്പാന്റെ ഖബർ ആണ് കേട്ടോ. അതായത് അതൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് വഫാത്തായ ഉപ്പാനെന്ത് റസൂലുള്ളാഹി വരുന്ന സ്ഥലത്തേക്ക് മുൻകൂട്ടി തന്നെ അവിടെ കൊണ്ടുവന്ന് ഇതുണ്ടായിരുന്നു എന്നാണ്. ഏതായാലും എന്നിട്ട് എന്ത് പറയുന്നത്, വഹ്സനത്തിൽ ഔമു ഫി ബീരി ബനി അദീബിൻ നജ്ജാർ, ബനി അദീബിൻ നജ്ജാറിന്റെ ഈ കുളത്തിലായിരുന്നു അല്ലെങ്കിൽ ഈ കിണറിലായിരുന്നു എന്ത് ചെയ്യുന്നത് ഞാൻ നീന്തിയിരുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് റസൂലുള്ളാഹി ആദ്യമായിട്ട് നീന്തൽ പഠിച്ചത്. പക്ഷേ 6ാമത്തെ വയസ്സിൽ ആ ഒരു മദീന യാത്രയിലാവാനാണ് സാധ്യതയുള്ളത്. അതാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ നീന്തലുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ സംഭവം. 2ാമത്തെ സംഭവം എന്ന് പറയുന്നത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു അബി മുലൈക്ക ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമുണ്ട്. അതായത് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കൂടി ഗദീർ, അതായത് ഗദീർ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ വെള്ളം കെട്ടി നിൽക്കുന്ന അരുവി, അങ്ങനെ വല്ല താഴ്ചയില്ലാത്ത വെള്ളമുള്ള നീന്താൻ പറ്റുന്ന ഒരു കുളം പോലത്തെ സംഭവത്തിനാണ് ഗദീർ എന്നത്. അപ്പോൾ അവിടേക്ക് പോവുകയും അപ്പോൾ സഹാബത്ത് എല്ലാവരും എന്ത് ചെയ്തു, അതിന്റെ ചുറ്റും ഇറങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ലിയുസ്ബിഹ് കുല്ലു റജുലിൻ ഇലാ സാഹിബി, എല്ലാവരും എന്ത് ചെയ്യും അവനവന്റെ ചങ്ങായിമാരുടെ അടുത്തേക്ക് നീന്തിക്കോളി എന്ന് പറഞ്ഞു. അതായത് രണ്ട് ഭാഗത്തും സഹാബത്തുണ്ടായേക്കാം. അപ്പോൾ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും നീന്താൻ പറഞ്ഞു. എല്ലാവരും അവനവന്റെ ചങ്ങായിമാരുടെ അടുത്തേക്ക് നീന്തിക്കോളി എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ അപ്പോൾ സഹാബത്ത് എല്ലാവരും ചാടി അവരവരുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നീന്തി. അവസാനമായിട്ട് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മാത്രം നീന്താൻ ബാക്കിയുള്ളത്. അതായത് അവർക്ക് മാത്രമാണ് ചങ്ങായിമാർ പുറത്തുണ്ടായത്. അപ്പോൾ എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീന്തുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് നീന്തി പോവുകയും അതെന്ത് ചെയ്തു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് പറഞ്ഞത്ര ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഇലാ യൽഖല്ലാഹ ലത്തഖതു അബൂബക്കറൻ, അതായത് ഞാൻ ആരെങ്കിലും ഒരു ഖലീലായിട്ട് തിരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖലീലായിട്ട് തിരഞ്ഞെടുക്കുമായിരുന്നു. ലാക്കിൻ സാഹിബ് അവർ എൻ്റെ സഹാബിയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു എന്നാണ്. ഇങ്ങനെ 2 ചരിത്രങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീന്തലുമായി രേഖപ്പെടുത്തി വന്നിട്ടുള്ളത്. അതിൽ 2ാമത്തെ ചരിത്രം പലപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഫളായിലുകൾ പറയുന്നിടത്തും എനിക്ക് ഇമാം സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി താരീഖുൽ ഖുലഫായിലും ഈ ഒരു സംഭവം, അതേപോലെ തബ്രാനി ഇമാം മുഅജ്ജമിൽ ഒക്കെ ഈ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു.